അങ്ങനെയാണെങ്കിൽ ബിസിനസ് വളരാൻ പ്രധാനപ്പെട്ട 4 പോയിന്റ് എനിക്ക് പറഞ്ഞത്. ഒന്നാമത്തത്, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അനുഗ്രഹം തന്നെ ദൈവം കൊണ്ടുതരില്ല. ഞങ്ങൾ ചില കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അതായത് പരസ്പരം ദയ, കരുണ കാണിക്കുക, അതേപോലെ ദാനധർമ്മം ചെയ്യുക. ഇതുപോലത്തെ സംഗതികളെല്ലാം ചെയ്താൽ, നന്മകൾ ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ സക്സസിന്റെ ഒരു വാതിൽ തുറന്നു. രണ്ടാമത്തത്, മാതാപിതാക്കളുടെ ആശീർവാദം, അവരുടെ പ്രാർത്ഥന, ദുആ. ഇതില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നിങ്ങൾക്ക് അവരുടെ പ്രാർത്ഥന ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യത വിശ്വസിക്കുന്നുണ്ടാണ്. മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് ഞാൻ കൊണ്ടാണ്. ഇത് രണ്ട് ഉണ്ടായതുകൊണ്ട് ഒരാള് വീട്ടിൽ കച്ചവടം നടക്കും, ഒരിക്കലും നടക്കൂല. അപ്പൊ അതിന് മൂന്നാമത്തത്, ചെയ്യുന്ന ബിസിനസ് ആവട്ടെ, ജോലി ആവട്ടെ, അതിനൊരു താല്പര്യമാണ്, ഒരു ഇഷ്ടം, ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു ഏത് കച്ചവടമാവട്ടെ, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 പാർട്ട്ണർ കച്ചവടം തുടങ്ങി. അതിലൊരു പാർട്ട്ണർ നല്ല ആക്റ്റീവായിട്ട്, നല്ല ഉഷാറായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. രാവിലെ 9 മണിക്ക് വരും, ഷോപ്പ് തുടങ്ങും, എല്ലാ സെറ്റപ്പ് ചെയ്യും, സെയിൽസും പർച്ചേസും എല്ലാം നോക്കും, ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ പാർട്ട്ണർ 11 മണിക്ക് പുതിയ അപ്പട വരും, വന്നാലായി ഒരു എന്ത് ചോദിച്ചാലും മറുപടി ഇല്ല, ഷോപ്പിന് റിലേറ്റഡ് ആയിട്ട് പിന്നെ ഒരു താല്പര്യമില്ല. എന്നാൽ അവന് ഷെയർ കറക്റ്റ് കിട്ടണം. അപ്പോ ഇതിലെന്താണ് സംഭവിക്കുന്നത് വെച്ചാല് പാർട്ട്ണർമാർ തമ്മിൽ തെറ്റും, അതേപോലെ ബിസിനസ് പൊട്ടും. ഇത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ നഷ്ടങ്ങളെല്ലാം സംഭവിക്കും. അപ്പോ കൂടുതൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പാർട്ട്ണർ ബിസിനസ് ചെയ്യുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള, താല്പര്യമുള്ള ആൾക്കാർ മാത്രം പാർട്ട്ണറായിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യുക. നാലാമത്തത്, ചെയ്യുന്ന ബിസിനസ് ആവട്ടെ, ജോലി ആവട്ടെ, അതിനൊരു ശ്രദ്ധ വേണം. ശ്രദ്ധയില്ലെങ്കിൽ കുറെ നഷ്ടം സംഭവിക്കും. ഉദാഹരണം ഞാൻ പറയാം. റിഷാദ് ഭായിന്റെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ചോദിച്ചു. അപ്പോ സ്റ്റാഫ് പറഞ്ഞില്ല. എന്നിട്ട് റിഷാദ് ഭായിന്റെ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഷോപ്പിൽ വന്നിരുന്നു, സാധനം ഇല്ല. ആര് പറഞ്ഞില്ല, ആ ഐറ്റം, ആ പ്രൊഡക്റ്റ് ഇന്ന റാക്കിൽ, ഇന്ന കോർണറിൽ, ഇന്ന ഷെൽഫിൽ ഉണ്ട്. എന്തുകൊണ്ടാണ് റിഷാദ് ഭായിക്ക് അങ്ങനെ പറയാൻ പറ്റി? ശ്രദ്ധയുള്ളതുകൊണ്ട്. അപ്പൊ ശ്രദ്ധയില്ലെങ്കിൽ കുറെ നഷ്ടങ്ങൾ സംഭവിക്കും. ഇത് നിങ്ങൾക്ക് അറിയുന്നപ്പോൾ ഒരു കൊല്ലത്തിൽ മാനുവൽ ഇൻവെന്ററി എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവും. കാരണം സ്റ്റാഫിന്റെ അതിന്റെ ഒരു പരിമിതി ഉണ്ട്, അവരത്ര ചെയ്യും. ഞാൻ നിങ്ങളെ സ്റ്റാഫിനെ കുറ്റപ്പെടുത്തിയല്ല, പൊതുവെ പറയുന്നത് സ്റ്റാഫിന്റെ ഒരു ഇതാ. അപ്പോ ഇത് പേഴ്സണലായിട്ട് എല്ലാ കൊല്ലം മാനുവലായിട്ട് ഞങ്ങൾ ഇൻവെന്ററി എടുക്കണം. എന്നാലേ നമുക്ക് അതിന്റെ ഒരു കമ്പനി ഏത് പൊസിഷനിലാണുള്ളത് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളെല്ലാവരും കച്ചവടം ചെയ്യുന്ന ആൾക്കാർ എല്ലാ കൊല്ലം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഒരു മാനുവൽ ഇൻവെന്ററി. അപ്പോ ശ്രദ്ധയില്ല കാര്യത്തില് നിങ്ങൾ ആരാണ് യോജിക്കുന്നത് ഒന്ന് കൈ കൊടുക്കും. യോജിക്കുന്നവര്, അതായത് നമ്മൾ ഈ ബിസിനസിന്റെ സക്സസ് ഇത് തന്നെ. ഈ 4 സംഗതി ഇല്ലെങ്കിൽ, ഈ ഇൻട്രസ്റ്റും അതേപോലെ ശ്രദ്ധയില്ലെങ്കിൽ, അതേപോലെ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ, ഇത് 4 ഇല്ലെങ്കിൽ ഒരിക്കലും ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ ഞാൻ അവസാനം